അർത്ഥവിതരതയായ ശ്രീമതി അജിതാംബിക മൈപ്പീസിനെ വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ശ്രീ സന്തോഷ് PTA പ്രസിഡന്റ്, സ്വാഗത പ്രസംഗം പറഞ്ഞ ശ്രീ അനിൽകുമാർ ഹെഡ് മാസ്റ്റർ, വേദിയിലുള്ള എല്ലാ വിശിഷ്ട അതിഥികൾ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഈ സ്കൂളിൽ എപ്പോൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഞാൻ PTA പ്രസിഡന്റുമായിട്ട് സംസാരിക്കുമ്പോൾ ചോദിച്ചു 1912 ആണെന്ന് പറഞ്ഞു. So you all should be very happy and proud that you are studying in a very prestigious institution. 1912 എന്ന് പറഞ്ഞാൽ ഇത് 113th year ആണ്, 113th year. So before our grandfather, എൻ്റെ അച്ഛനല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്തുണ്ടാക്കിയ സ്കൂള് ഇത്രയും വർഷം നല്ല സൂപ്പർ ആയിട്ടുള്ള അലുമിനി നിങ്ങളുടെ സ്കൂളിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും പല പ്രൊഫഷൻസിലും അച്ചീവ് ചെയ്ത കുറേ ആളുകളുള്ള ഒരു സ്കൂളാണ്. യു ഷുഡ് ബി വെരി പ്രൗഡ് ദാറ്റ് യു ആർ സ്റ്റഡിങ് ഇൻ ദിസ് സ്കൂൾ. ആൻഡ് നമ്മുടെ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും PTA പ്രസിഡന്റും പറഞ്ഞതുപോലെ ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ പാടാണ്. കുട്ടികൾ വിഴിഞ്ഞത്തുനിന്നും കായംകുളത്തു നിന്നും വന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. സോ യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. I am feeling very proud to come here on your annual day and address you. അപ്പോൾ ഇന്ന് രാവിലെ ആക്ച്വലി എല്ലാവരെയും ഞെട്ടിക്കുന്ന ന്യൂസാണ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ശരിക്ക് രാവിലെ എനിക്ക് ആ ഇൻസിഡൻറ്റ് കേട്ട ശേഷം ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് ഈ കുട്ടികളുടെ ഇടയിൽ സൂയിസൈഡ് പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ കാണുമ്പോൾ വളരെ വളരെ വേദന കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യു ഷുഡ് നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് എന്ത് സംസാരിക്കണം. വൺ തിങ് വിച്ച് യു ഷുഡ് റിമെമ്പർ ഇസ് ലൈഫിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. ഉണ്ടാവില്ലയോ? എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ? ഡെയിലി പ്രശ്നമാണ്. പോലീസാണെങ്കിൽ ഡെയിലി പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സ്റ്റേജിൽ നമ്മുടെ എല്ലാ സീനിയർ ടീച്ചേഴ്സും ഉണ്ട്. അവർക്കൊക്കെ പ്രശ്നമില്ലാത്ത ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ടോ എന്ന് കൈപ്പൊക്കുക. ആർക്കൊക്കെ പ്രശ്നമുണ്ടെന്ന് കൈപ്പൊക്കുക. ആർക്കും പ്രശ്നമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഒന്ന് കൈപ്പൊക്കുക നോക്കാം. നിങ്ങൾക്ക് പ്രശ്നമേ ഇല്ല. ശരി, ഇവിടെ ആർക്കൊക്കെ പ്രശ്നമുണ്ട്? ടീച്ചേഴ്സ് ഒന്ന് കൈപ്പൊക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. വീട്ടിൽ എന്തെങ്കിലും തിരക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്. കുട്ടികൾക്ക് ആർക്കൊക്കെ പ്രശ്നമുണ്ടോ ഒന്ന് കൈപ്പൊക്കുക. അങ്ങനെ അയ്യോ ഞാൻ കാണട്ടെ. സോ ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ആസ് കിഡ്സ് യു ഷുഡ് റിയലൈസ് വലിയ ആൾക്കാർക്കും നല്ല ഭയങ്കര ഹൈ പൊസിഷനിലുള്ള ആൾക്കാരാവട്ടെ, ഭയങ്കര പൈസ ഉള്ള ആൾക്കാരാവട്ടെ, എന്തോ ആവട്ടെ, ഈവൻ റോഡിൽ നമുക്ക് സാധാരണ ജോലി ചെയ്യുന്ന ആളാവട്ടെ, ആരായാലും പ്രശ്നം ഉണ്ടാവും. ലൈഫ് അങ്ങനെയാണ്. സോ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയാ? പ്രശ്നം എന്താ ചെയ്യണം? പ്രശ്നം വന്നാൽ നമ്മൾ പേടിച്ചു പോയി, അയ്യോ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പേടിച്ചു പോകണോ? പേടിക്കണോ? പാടില്ല. അപ്പം ഞാൻ ഇന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇറ്റ് ഇസ് കോൾഡ് റെസിലിയൻസ്. എന്താണ്? ടെൽ അഗൈൻ, റെസിലിയൻസ്. അപ്പൊ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ the ability to emerge stronger out of a problem. പ്രോബ്ലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. അപ്പോൾ ഓരോരോ പ്രോബ്ലമും നമ്മൾ സ്ട്രോങ് ആക്കുന്നു. എന്ത് ചെയ്യുന്നു? സോ എവറി ടൈം യു ഗെറ്റ് എ പ്രോബ്ലം, ലുക്ക് അറ്റ് ഇറ്റ് പോസിറ്റീവ്ലി.
ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാൻ പറ്റുമെന്ന് നോക്കണം. യെസ് ഓർ നോ? എനിക്ക് മൊബൈൽ ഫോൺ വേണം, അമ്മ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, പ്രോബ്ലം ആണോ? ഇല്ല, ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം. എനിക്ക് 2 കുട്ടികളുണ്ട്, ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ല. ഈ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു ഗുണവുമില്ല. എനിക്ക് മൊബൈൽ ഫോൺ വേണം. ഇപ്പം ഞാൻ DIG ആണ്, ട്രിവാൻഡ്രം റേഞ്ചിൽ 4 ഡിസ്ട്രിക്റ്റിൽ നിന്ന് SP മാരെ എപ്പോൾ വേണമെങ്കിലും വിളിക്കും. ഒരു സ്ഥലത്ത് മർഡർ കേസ് റിപ്പോർട്ടാവും, ഒരു സ്ഥലത്ത് കിഡ്നാപ്പിംഗ് റിപ്പോർട്ടാവും. ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ്. എൻ്റെ വർക്ക് ഇതിനെ ചുറ്റിയുണ്ട്, മനസ്സിലായില്ലേ? എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വർക്ക്, എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഈ മൊബൈൽ ഫോൺ ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അപ്പം എൻ്റെ കുട്ടി 7th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു എനിക്ക് മൊബൈൽ ഫോൺ. ഞാൻ ചോദിച്ചു എന്തിനാ മൊബൈൽ ഫോൺ, എന്തിനാ മൊബൈൽ ഫോൺ വേണം പറയാം. വൈ ഡു യു വാണ്ട് എ മൊബൈൽ ഫോൺ? അല്ല എന്തെങ്കിലും എമർജൻസി ആകുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. എമർജൻസി ആകുമ്പോൾ സ്കൂളിൽ പെടുന്നാൽ മതി, ടീച്ചറിൻ്റെ അടുത്തും പ്രിൻസിപ്പലിൻ്റെ അടുത്തും പറഞ്ഞാൽ മതി. എന്ത് എമർജൻസി ആണെങ്കിൽ അവർ സ്വന്തം വിളിച്ച് പറയും. യെസ് ഓർ നോ? സപ്പോസ് എനിക്ക് കുറച്ച് നേരം ഗെയിം കളിക്കണം മൊബൈൽ ഫോണിൽ. എത്ര പേര് ഗെയിം കളിക്കാറുണ്ട് മൊബൈൽ ഫോൺ? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ മൊബൈലിൽ കളിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ മൊബൈൽ ഫോൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ അറിയാതെ കുറേ ഡേഞ്ചേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്തൊക്കെ ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത്? മൈൻക്രാഫ്റ്റ്. ആരൊക്കെ മൈൻക്രാഫ്റ്റ് ഫാൻസ് ആണ്? അകരയോ? വേറെ എന്ത് ഗെയിംസാണ് നിങ്ങൾ കളിക്കുന്നത് പറയൂ? ഫ്രീ ഫയർ ആണോ? നിങ്ങളെല്ലാം ഫ്രീ ഫയറുടെ ഫാൻസ് ആണ് അല്ലേ? ഫ്രീ ഫയർ ഓൺലൈൻ ഗെയിമാണോ? അപ്പൊ നിങ്ങൾ സ്ട്രേഞ്ചേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഫ്രീ ഫയറിൽ? അപ്പൊ what you should remember, stranger is danger. Repeat. അപ്പൊ ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് വല്ല ആവശ്യമുണ്ടാവോ? ക്രെഡിറ്റ്സ് കിട്ടിയാൽ വല്ല പവേഴ്സ് കിട്ടോ? അപ്പൊ അത് ഒരു സ്ട്രേഞ്ചർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ചില ഗെയിമുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഗെയിംസിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പൊ റോബ്ലോക്സ് കളിക്കുന്ന കുട്ടികളുണ്ടോ ഇവിടെ? റോബ്ലോക്സിൽ റോബക്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ക്രെഡിറ്റ്സോ അല്ല ആ ഗെയിമിന്റെ കറൻസിയോ പോയിന്റ്സോ നമുക്ക് ആവശ്യമുണ്ട്. ആ ഗെയിംസിന്റെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ആ ഗെയിമിനകത്തുള്ള ടൂൾസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ഗെയിംസ് ആകുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വന്നിട്ട് ഈ പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഫ്രീ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഹായ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാറ്റൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ കുട്ടികൾ ഒരു വൾനറബിൾ ആണ്. നിങ്ങൾ മുതിർന്ന പ്രായമുള്ള ആൾക്കാർ, 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ഈ ഗെയിം കളിക്കുമ്പോൾ അവർ സൂക്ഷിക്കും. എന്താ സൂക്ഷിക്കും? ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് അവർക്കറിയാം. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ കുറേ കുട്ടികൾ ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകം ഫുൾ ഓൾ ഓവർ ദ വേൾഡ് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഓൺലൈനിലുണ്ട്. മനസ്സിലായില്ലേ? പ്രശ്നം ഞാൻ പറഞ്ഞല്ലേ, പ്രശ്നം. അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൺലൈനിൽ നിങ്ങളെ ബുള്ളി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് വരുന്നു, നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു, അത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡായി. ഇപ്പൊ ആ ഫോണ് കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്ത ആളുടെ കയ്യിലാണ്. അയാൾക്ക് നിങ്ങളുടെ ഫോണ് റിമോട്ട്ലി ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. നിങ്ങൾ അനുവാദം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കാൻ പറ്റും. മനസ്സിലായല്ലേ? സോ അങ്ങനെ നിങ്ങളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോണിൽ Paytm ഗൂഗിൾ പേ ഉണ്ടാവില്ലേ? ഗൂഗിൾ പേ ഇല്ലാതെ ഫോണില്ല. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഡേഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. സോ മൊബൈൽ ഫോണിൽ കളിക്കുമ്പോൾ പേരൻസിന്റെ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലംസിൽ പെടും. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ നേരിടണം. ആ പ്രോബ്ലംസ് എതിർക്കൊണ്ട് സോൾവ് ചെയ്ത് സ്ട്രോങ് ആവണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെ നേരിടാമെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അപ്പൊ ആരടുത്ത് പറയണം? പേരൻസിനടുത്തും ടീച്ചേഴ്സിനടുത്തും ഫ്രണ്ട്സിനടുത്തും ഷെയർ ചെയ്യണം. യെസ് ഓർ നോ? അപ്പൊ നമ്മള് ഹ്യൂമൻ ബീയിങ്സ് ആണ്, പട്ടിയോ പൂച്ചയോ അല്ല അല്ലേ? വി ആർ സോഷ്യൽ ബീയിങ്സ്. നമുക്ക് എന്താ അവരും തമ്മിൽ, പട്ടിയും പൂച്ചയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? We know to communicate with each other. Yes or no?
We can depend on each other. We can love each other. We can help each other. Yes or no? If your friend is in trouble, you can help. Yes or no? So you should help each other, support each other, guide each other. You know, you should have all these capabilities to do. So when you are in a problem, you reach out for help. Reach out for help to whom? Parents എടുത്ത് ഹെൽപ്പ് ചോദിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം. ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും വില്ലിങ് ആവും. അത് നിങ്ങൾ റിയലൈസ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു പ്രോബ്ലം കണ്ടിട്ട് പേടിച്ചിട്ട് സൂസൈഡ് ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്, അത് തിരിച്ചറിയാം. പിന്നെ നമുക്ക് കേരളത്തിൽ തന്നെ ഞെട്ടിക്കുന്ന 1-2 ഇഷ്യൂസ് ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താണ്? ബുള്ളിങ്. കുട്ടികൾ തന്നെ പരസ്പരം റാഗിങ് ചെയ്യുക, അടുത്ത കുട്ടി എന്തെങ്കിലും കളിയാക്കുക, അവർ വിഷമിക്കുന്ന രീതിയിൽ പെരുമാറുക, അങ്ങനെ ചെയ്യാറുണ്ടോ? ആരാണ് പറയുന്നത്? അത് ആരാ പറഞ്ഞത്? ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ആര് പറഞ്ഞില്ലേ അയാൾ നല്ലൊരു ക്ലാപ്പ് തരണം. യെസ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആളാണ് കറക്റ്റ്. യു ഷുഡ് നോട്ട് ബി എ ബൈസ്റ്റാൻഡർ. ഞാൻ അവിടെ നിന്നിങ്ങനെ കണ്ടു, ഒരു കുട്ടി ഇന്നൊരു കുട്ടീനെ എന്തെങ്കിലും അസഭ്യം പറയുന്നു, അല്ല ബുള്ളിങ് ചെയ്യുന്നു, റാഗിങ് ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെറും കാഴ്ചക്കാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. വി ഷുഡ് ബി പ്രോആക്റ്റീവ്ലി ഹെൽപ്പിംഗ് ദാറ്റ്. മനസ്സിലായില്ലേ? ഇന്നൊരാളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സപ്പോസ് എന്നെ ആരെങ്കിലും ബുള്ളി ചെയ്യുന്നു, നീ എന്താ കറുത്ത നിറമാണ്, നീ എന്താ തടിയാണ്, നീ മക്കാണ്, എനിക്ക് പഠിക്കാൻ ഒക്കത്തില്ല, നിന്റെ വീട്ടിൽ പൈസ ഇല്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ ഇങ്ങനെയെല്ലാം ആയിപ്പോയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ പോയി സൂസൈഡ് ചെയ്യാം. അതാണോ സൊല്യൂഷൻ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കാം, ബി കാം. പറയുന്നത് പറഞ്ഞോട്ടെ, എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണുണ്ടല്ലേ ക്യാമറ ആണോ, എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് സ്റ്റേ കാം ആൻഡ് ഗോ റിപ്പോർട്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഗോ റിപ്പോർട്ട്. നെവർ എൻകറേജ് ദിസ്. യു ആർ സ്ട്രോങ് ദാൻ യു ആക്ച്വലി ഇമാജിൻ. നമ്മളെല്ലാവരും സ്ട്രോങ് ആണ്. ഓൾ ഓഫ് us are strong persons. Okay, don't think that you are weak. Never think that you are weak. You are a very 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 strong person. Believe that you are strong. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ, റാഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ആൻഡ് റാഗിങ്ങിന് കൂടെ ആരും നിൽക്കാൻ പാടില്ല. അത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. മനസ്സിലായില്ലേ? കുട്ടികൾ മാറി മാറി പരസ്പരം ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ്. സോ ഇതിൽ ആരും കൂട്ടി നിൽക്കാൻ പാടില്ല. അപ്പം നമുക്ക് വേറെ കുട്ടി ചെയ്യുമ്പോൾ ആ കുട്ടീനെ എൻകറേജ് ചെയ്യാൻ പാടില്ല. നമ്മൾ പേരൻസിനടുത്തും ടീച്ചേഴ്സിനടുത്തും ഉടനെ റിപ്പോർട്ട് ചെയ്യണം. ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ആൻഡ് പരസ്പരം we should try and love each other. We should not spread anger. We should not spread hate. Today is Valentine's Day. Yes or no? So we should spread love. What we should spread? Love. So Mahatma Gandhiയുടെ ഒരു quote ഉണ്ട്, അത് ഞാൻ പറയാം. So he speaks, അത് നിങ്ങൾക്ക് അറിയാമോ? Thoughts, actions, കേട്ടിട്ടുണ്ടോ? ഇല്ല. So he says, always remember this. You have to keep your thoughts positive. Thoughts, നമ്മുടെ ചിന്ത എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. Because your thoughts decide your words. ചിന്തിക്കുന്നതല്ലേ നമ്മൾ സംസാരിക്കുന്നത്. Yes or no? അപ്പോൾ you keep your thoughts positive. No ragging, no bullying, no spreading hate, no spreading anger. All these things are negative. Positive. No drugs. No drugs, no? No smoking, no pool, no sticker, no whatever. Allam negative one. So keep your thoughts positive. Because your thoughts decide your words. Keep your words positive. Why? Your words decide your action. നിങ്ങൾ സംസാരിക്കുന്നതും തിങ്ക് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് മാറുന്നത്. സോ കീപ് യുവർ വേർഡ്സ് പോസിറ്റീവ്. നിങ്ങളുടെ വേർഡ്സ് വാക്കുകളായിരിക്കും പിന്നീട് ഒരു ആക്ഷൻ ആയിട്ട് മാറുന്നത്. കീപ് യുവർ ആക്ഷൻ പോസിറ്റീവ്. വൈ? യുവർ ആക്ഷൻ ഇസ് ഗോയിങ് ടു ബിക്കം എ ഹാബിറ്റ്. ഞാൻ ഡെയിലി 10 മണിക്കൂർ മൊബൈൽ കളിക്കുന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് അഡിക്റ്റഡ്. ആക്ഷൻ മൊബൈൽ കളിക്കുക. ബട്ട് യു ഷുഡ് ഹാവ് എ സെൽഫ് കൺട്രോൾ, റിസ്ട്രെയിൻ. 10 മിനിറ്റോ അരമണിക്കൂർ, എത്ര വേണം? അരമണിക്കൂർ മതിയോ? 1 മണിക്കൂർ? ഒരു 5 മണിക്കൂർ മതിയോ ഡെയിലി? വേണ്ട, അത്രയൊക്കെ വേണ്ട. ഒരു 30 minutes 40 minutes a day. വീക്കെൻഡിൽ വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് 1 hour to play mobile games. Go out and play. This world is so beautiful.
Go out and explore. Okay? So keep your words positive because your words will decide your action. Actions positive, that is going to become your habit. Keep your habit positive. Why? Habits decide your character. നീ എങ്ങനത്തെ വ്യക്തിയാണ് ഡിസൈഡ് ചെയ്യുന്നത് നിന്റെ ഹാബിറ്റാണ്. നന്നായിട്ട് മദ്യപിക്കുന്ന ആളെങ്കിൽ നമ്മൾ എന്ത് പറയും? അവൻ മദ്യപാനിയാണെന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ അയാളുടെ ക്യാരക്ടർ എന്താണ്? മദ്യപാനി. ഗഞ്ചാവാണ്, ഡ്രഗ്സ് ആണ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾ എന്ത് പറയും? അവനോട് അഡിക്റ്റ് ആണെന്ന് നമ്മൾ പറയും. യെസ്. അപ്പൊ അവർക്ക് ലൈഫിൽ ലക്ഷ്യമില്ല, അവർ നെഗറ്റീവിലേക്ക് പോയി. സോ യോർ ഹാബിറ്റ് ഡിസൈഡ് യുവർ ക്യാരക്ടർ. കീപ് യുവർ ക്യാരക്ടർ പോസിറ്റീവ്. മഹാത്മാഗാന്ധി സെഡ് because your character decides your destiny. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ക്യാരക്ടർ ആണോ? അല്ല. നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? എന്താ? നിങ്ങളുടെ തോട്ട്സ്. തോട്ട്സിൽ നിന്നല്ലേ വേർഡ്സ് വന്നു, വേർഡ്സിൽ നിന്നല്ലേ ആക്ഷൻ വന്നു, ആക്ഷനിൽ നിന്നല്ലേ ഹാബിറ്റ് വന്നു, ഹാബിറ്റിൽ നിന്നല്ലേ ക്യാരക്ടർ വന്നു, ക്യാരക്ടറിൽ നിന്ന് എന്താ വന്നത്? ഡെസ്റ്റിനി. അപ്പൊ നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റി എഴുതാൻ പോകുന്നത് എന്താണ്? നിങ്ങളുടെ ആ ചിന്ത. Just a small thought. Imagine the power of a thought. If I have the right thought in my mind, I can create a destiny. Yes or no? So always keep this in your mind and have a big dream. Abdul Kalam sir പറഞ്ഞ പോലെ small thoughts will make you achieve bigger things in life. A big dream. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു കോഡ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് പ്ലേസ് ഏതാ പറയാ? ഏതാ? സിംഗപ്പൂറാണ്. ആരാ പറഞ്ഞേ? ഓക്കെ, സിംഗപ്പൂർ. വേറെ? ദുബായ് ഇല്ല. ശ്മശാനമാണ്, ഗ്രേവ് യാർഡ് ആണ്. എന്താ പറഞ്ഞ? വൈ ഗ്രേവ് യാർഡ് ഇസ് എ റിച്ച് പ്ലേസ്? ലേവ് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞതാണ്. ഗ്രേവ് യാർഡിൽ എന്താ ഉള്ളത്? ശ്മശാനത്തിൽ എന്താ ഉള്ളത്? ശവം. കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? കുറെ ഡ്രീംസ് ഉണ്ട്. കുറെ പേർക്ക് ഭയങ്കര ഡാൻസർ ആവണമെന്ന് വിചാരിച്ചിരുന്നു, അവരൊക്കെ മരിച്ചു പോയി. കുറെ ടാലന്റ്, പാടണമെന്നുണ്ടായിരുന്നു, ബുക്ക് എഴുതണമെന്നുണ്ടായിരുന്നു, ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, സ്പോർട്സിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് അവിടെ ഉള്ളത്. സോ ഏറ്റവും റിച്ചസ്റ്റ് പ്ലേസ് ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രേവ് യാർഡ്. അപ്പൊ ഇവരൊക്കെ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? They did not take the first step. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനൊരു ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ബാസ്കറ്റ്ബോൾ അല്ല ഫുട്ബോൾ പ്ലെയർ ആണ്. ഇവിടെ എത്ര പേര് ഫുട്ബോൾ കളിക്കും? അങ്ങനെ. അപ്പൊ ഡെയിലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയാലല്ലേ നമുക്കും നല്ലൊരു ഫുട്ബോളർ ആവാൻ പറ്റും. ആരെയാ എനിക്ക് ഇഷ്ടം? മെസ്സിയാണോ? മെസ്സി ഫാൻസ്. So do you want to be Messi? So if you want to be Messi, what you have to do? Hard work. Work really hard. Yes or no? So ഈ മരിച്ചു കിടക്കുന്ന ടാലൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ആ സമയത്ത് ആ പ്രായത്തിൽ ഇത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അറ്റൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ലൈഫ് അങ്ങനെയാണ്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അച്ചീവ് വാട്ട് എവർ യു ആസ്പയർ ഫോർ. കീപ് ട്രൈങ് ഹാർഡ്. സോ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ മലയാളം മനസ്സിലായോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്. ജയ് ഹിന്ദ്.